വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കിയയ്ക്കും എംജിക്കും എല്ലാം മുമ്പേ ഇന്ത്യക്കാർക്ക് പ്രിയങ്കരനായ വാഹന നിർമ്മാതാക്കളായിരുന്നു റെനോ. അതിന് കാരണക്കാരായ ഡസ്റ്റർ എന്ന മിഡ് സൈസ് SUV ആയിരുന്നു. ഇന്നും നിരത്തുകളിൽ നിറഞ്ഞോടുന്ന വാഹനം നിർത്തലാക്കിയിട്ട് കുറച്ച് നാളായെങ്കിലും ആളുകൾക്ക് വേണ്ടി ഇന്നും ഇഷ്ടമാണ്. ഡസ്റ്ററിന്റെ വിടവ് SUV വിപണിയിൽ കാണാമെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും മോഡൽ പടിയിറങ്ങിയതോടെ റെനോയുടെ രാശിയെല്ലാം മങ്ങി. അടുത്തിടെ വിൽപ്പനയുടെ കാര്യത്തിൽ കാര്യമായി ശോഭിക്കാനൊന്നും ഫ്രഞ്ച് ബ്രാൻഡിനാവുന്നില്ലെന്നതാണ് സത്യം. എന്നാൽ കൂടും കുടുക്കയും എടുത്ത് രാജി വിടാനൊന്നും റെനോ തയ്യാറല്ല. ഇന്ത്യക്കായുള്ള വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച് കമ്പനി ഒരുങ്ങുകയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പുതിയ 5 കാറുകൾ പുറത്തിറക്കാനാണ് റെനോ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഡസ്റ്ററിന്റെ പുതുതലമുറ ആവർത്തനം ഉണ്ടാവുമെന്നതാണ് രസകരമായ കാര്യം. 5 സീറ്റർ 7 സീറ്റർ മോഡലുകളിലാവും ഇത്തവണ ജനപ്രിയനായ ഡസ്റ്റർ പുനരവതരിക്കുന്നത്. ഇതിനോടകം തന്നെ വിദേശ വിപണികളിൽ അവതരിച്ചിട്ടുള്ള ഡാസിയ ബിഗ്സ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ഇവ രണ്ടും ഒരുങ്ങുന്നത്. ഇതിനിടയിൽ ഡസ്റ്റർ SUVയുടെ വരാനിരിക്കുന്ന 7 സീറ്റർ പതിപ്പിന്റെ പേര് റെനോ സ്ഥിരീകരിച്ചു. റെനോ ബോറിയൽ എന്നായിരിക്കും 3 വരി വാഹനം അറിയപ്പെടുകയെന്നാണ് ഫ്രഞ്ച് ഓട്ടോ ഭീമൻ അറിയിച്ചിരിക്കുന്നത്. യൂറോപ്പിനപ്പുറം അന്താരാഷ്ട്ര വിപണികളിൽ SUVയുടെ പേരിലാകും വിപണനം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ അവതരിക്കാൻ പോകുന്ന 7 സീറ്റർ ഡസ്റ്ററും ബോറിയൽ എന്ന് തന്നെയാകും അറിയപ്പെടുക. 2026 മധ്യത്തോടെ റെനോ പുതിയ തലമുറ ഡസ്റ്റർ SUV ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള റെനോയുടെ മോഡലായ ഡസ്റ്റർ SUVയുടെ തിരിച്ചുവരവിന് ഫാൻസ് എല്ലാം കാത്തിരിക്കുകയാണ്. 5 സീറ്റർ മോഡലിന് ശേഷമായിരിക്കും ഡസ്റ്ററിന്റെ 7 സീറ്റർ ആവർത്തനം പുറത്തിറങ്ങുക. എന്നിരുന്നാലും 2027 മുമ്പ് ഇത് ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് ആരും സ്വപ്നം കാണണ്ട. അന്താരാഷ്ട്ര വിപണിയിൽ റെനോ ബോറിയൽ ഉടൻ തന്നെ സാന്നിധ്യമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രഞ്ച് ബ്രാൻഡിന്റെ ശക്തി കേന്ദ്രമായ ലാറ്റിൻ അമേരിക്കൻ വിപണിയിൽ തുടക്കത്തിൽ അവതരിപ്പിക്കാനാണ് കാർ നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന പുതിയ റെനോ കാറുകൾ ഏതെല്ലാമെന്ന് നോക്കിയാൽ ആദ്യം 2 പുതുതലമുറ മോഡലുകളെ പുറത്തിറക്കാനാണ് കമ്പനി ഉദ്ദേശം. തുടർന്ന് പുതിയ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള 2 പുതിയ SUVകളും ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. അവസാനമായി നിരയിൽ ഒരു പുതിയ ഇലക്ട്രിക് വാഹനം പിറവിയെടുക്കുമെന്നാണ് ഫ്രഞ്ച് ബ്രാൻഡുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ഇലക്ട്രിക് വാഹനത്തിന് പുറമെ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനിലും ബ്രാൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാക്ഷാൽ മാരുതി സുസുക്കിയും ടൊയോട്ടയും വരെ റെനോ ഭീഷണിയാകും. ഈ കൂട്ടത്തിലെ ആദ്യത്തെ പുതിയ കാർ വരും മാസങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് വിവരം. A, B+C സെഗ്മെന്റുകളിൽ നിന്നുള്ള പുതിയ മോഡലുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ പാസഞ്ചർ കാർ വിഭാഗത്തിൽ 5% വിപണി വിഹിതം നേടാനാണ് റെനോ ലക്ഷ്യമിടുന്നത്. ഡസ്റ്ററിന്റെ വരവ് എന്തായാലും നിലവിലെ സാഹചര്യങ്ങളെ മറികടക്കാൻ റെനോയെ സഹായിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ആധുനികമായ ഡിസൈൻ കൈവിടാതെയാണ് പുത്തൻ ഡസ്റ്ററിനെ വിപണിയിൽ എത്തിക്കുന്നത്. ഡാസിയയുടെ CMF BLS പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് മിഡ് സൈസ് SUV വികസിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 4343 മില്ലിമീറ്റർ നീളവും 1656 മില്ലിമീറ്റർ ഉയരവും 2657 മില്ലിമീറ്റർ വീൽ ബേസുമാണ് ഉള്ളത്. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.